രാവിലെ വന്ന് എൻ്റെ മുഖത്തും നക്കി എൻ്റെ കൂടെ കളിച്ച് എന്നെ മാന്തി എൻ്റെ ബെഡ്ഷീറ്റിൽ കിടന്നുറങ്ങുന്നതാണ് ഇവക്കടെ മെയിൻ പരിപാടി. രാവിലെ ഞാൻ എണീക്കാത്തതുകൊണ്ട് അച്ഛൻ്റെ പരിപാടി ഇവളെ എടുത്ത് എൻ്റെ കട്ടിലേക്ക് കൊണ്ടിടും. ഇവളാണെങ്കിൽ വന്ന് മുഖത്തും നക്കി എന്നെ മാന്തി എന്നെ എങ്ങനെയെങ്കിലും ഉണർത്തും. അങ്ങനെ ഇവളുടെ കൂടെ കുറേ നേരം കളിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് കുറേ നേരം റീൽസ് കണ്ടുകൊണ്ട് കിടക്കും. ഇതാണ് രാവിലത്തെ എൻ്റെ മെയിൻ റൂട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ റീൽസ് കണ്ടുകൊണ്ട് നടന്നപ്പോൾ ഫുള്ള് ഫുഡിൻ്റെ റീൽസ്. ഒന്നാമത്തെ ഗ്യാസിൻ്റെ വിഷയം കാരണം ഒന്നും മര്യാദയ്ക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയപ്പോൾ നല്ല പഴങ്കഞ്ഞിയുടെ റീൽ കണ്ടു. പുറത്തു പോയി എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ തോന്നുന്നു, പഴങ്കഞ്ഞി റെഡിയാക്കി വെക്കും. ഞാൻ വേഗം പോയി പല്ലിയൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേ അമ്മ നല്ല പഴങ്കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചീനിയും പിന്നെ മോരും രസവും എല്ലാം കൂടെ ഒഴിച്ച് പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി പഴങ്കഞ്ഞി. ഞാൻ പിന്നെ അതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി കഴിച്ച് നല്ല മീൻകറി ഉണ്ടായിരുന്നു, നല്ല ചൂരക്കറി, വറുത്തരച്ച ചൂരക്കറി. അത് കഴിഞ്ഞ് തലേന്ന് ദിവസം വെച്ചിരുന്ന നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, അതല്ലേ. അത് കഴിഞ്ഞിട്ട് നല്ല ചൂട് മീൻ വറുത്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അതിൽ നിന്ന് മീൻചാറും കുറച്ച് ഒഴിച്ച് കുറച്ച് ബീഫ് കഷ്ണം കൂടെ എടുത്തു നല്ല പോലെ ഇളക്കി അങ്ങനെ ഒരു പീസ് എടുത്ത് ഇളക്കി ഇങ്ങനെ വായിലോട്ട് വെക്കണം. സൂപ്പർ സാധനമാണ്. കിട്ടിയോണ്ടാണോ അതോ റീൽസൊക്കെ കണ്ട് കൊതിച്ചിരുന്ന് കഴിച്ചോണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. സംഭവം അടിപൊളിയായിരുന്നു. പഴങ്കഞ്ഞി എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഇത് കഴിച്ച് ഞാനിങ്ങനെ ഗുണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ അതെല്ലാം കൂടെ ഇങ്ങനെ ഇളക്കി കഴിച്ച് അത് കഴിഞ്ഞ് അവസാനം അതിൽ കിട്ടുന്ന കുറച്ച് വെള്ളമുണ്ട്, മോരും രസവും കൂടെ എല്ലാം കൂടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം കൂടെ കുഴിച്ച് സംഭവം ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.